മണിയെ കുറിച്ച് അറിഞ്ഞല്ലോ, ഇനി ഇദ്ദേഹത്തെ കുറിച്ച് അറിയാം. എം ജി റോഡ് പോണം. സാർ. ഇദ്ദേഹത്തിന്റെ പേര് ഗൗതം. വലിയ പണക്കാരനാണ്. പക്ഷെ 1 രൂപ പോലും പുള്ളിക്കാരൻ സമ്പാദിച്ചിട്ടില്ല. എല്ലാം അച്ഛന്റെ കാശാണ്. ഗുഡ് നൈറ്റ് ഗൗതം. പൂജെ, വീട്ടിലേക്ക് വരൂ പ്ലീസ്. ഇല്ല ഗൗതം, ലേറ്റായി. നാളെ നമുക്ക് കാണാം. പ്ലീസ് ഗൗതം, ടൈമായി. See you tomorrow. Bloody idiot! Bloody taxi driver! പോത്തെ ചാവണമെന്നുണ്ടെങ്കിൽ നിനക്ക് വല്ല കായലിലും പോയി ചാടിക്കൂടറാ. അതിന് എന്റെ വണ്ടിയുടെ നെഞ്ചത്തേക്ക് തന്നെ വന്ന് കയറണം. ഗൗതം ജീവിതത്തിൽ ഒന്നും സീരിയസ് ആയിട്ട് എടുക്കാറില്ല. അതുകൊണ്ടെന്താ, ഒരച്ഛനും മക്കൾക്ക് ചെയ്യാത്ത ഒരു കാര്യം ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഇയാൾക്ക് ചെയ്തു വെച്ചു. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, TS ഗ്രൂപ്പിന്റെ ചെയർമാൻ മിസ്റ്റർ രാധാകൃഷ്ണൻ നായർ നമ്മളെ വിട്ടുപിരിഞ്ഞു വരും എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹം എഴുതി വെച്ച വിൽപത്രം നിങ്ങളുടെ മുമ്പിൽ വായിക്കാൻ പോകുന്നു. രാധാകൃഷ്ണൻ നായർ എന്ന ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പൂർണ്ണ ആരോഗ്യത്തോടെ സ്വമനസാലെ എഴുതിയ വിൽപത്രം, ഞാൻ സ്വയം സമ്പാദിച്ച എല്ലാ സ്വത്തുക്കളും, ഷെയർസ്, എസ്റ്റേറ്റ്, എൻ്റെ TS ഗ്രൂപ്പിൻ്റെ എല്ലാ സ്വത്ത് വിവരങ്ങളും ചേർത്ത് എനിക്ക് ശേഷം പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് മിസ്റ്റർ വിക്രമപിള്ളയുടെ പേർക്ക് എഴുതി വച്ചിരിക്കുന്നു. Good morning, baby. Happy birthday to you. Happy birthday to you, Gautam. Happy Thanks, birthday thanks, to thanks. you. ഗൗതം, എന്താ റെഡിയായോ? ഇത്ര നേരത്തെയോ? മണി 8 ആയുള്ളൂ. It's too early, baby. ഗൗതം, ഇന്ന് നിന്റെ പിറന്നാള് മാത്രമല്ല, ജീവിതത്തിലെ പ്രധാന ദിവസം കൂടിയാ. Now get up. Okay, don't worry, baby. ഇന്നെല്ലാം നന്നായി നടക്കും. Because today is my birthday. അതല്ല ഗൗതം, കോർട്ടിലേക്ക് വരുമ്പോ മറക്കാതെ ബാങ്കിൽ നിന്ന് ഡോക്യുമെന്റ്സ് എടുത്തോണ്ട് വരണം. ഓക്കെ? Okay, baby. കോടതിയിൽ വെച്ച് കാണാം. ഓക്കെ, ബൈ. ഇന്ന് അവന് മാത്രമല്ല, നിന്റെയും പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്ന് മുഴുവൻ നീ അവൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. നമസ്കാരം. അബി, നീ ഇവിടെ എന്തൊക്കെ ഫീൽഡ് ചെയ്യാണെന്ന്? നിനക്കെന്തിനാ ബാറ്റ് വാങ്ങി തന്നെ? എന്തിനെന്ന് പറയടാ. ധോണിയെ പോലെ ആവാൻ വേണ്ടിയല്ലേ? എന്നിട്ടാണോ നീ ഇവിടെ ഫീൽഡ് ചെയ്തോണ്ടിരിക്കുന്നത്? പോയി ബാറ്റ് മേടിച്ച് പോ. അയ്യോ, ആ സേട്ട് പണ്ടാരക്കാലനാ. എന്താ അവനോട് സമാധാനം പറയാ? ദൈവമേ. ഹാപ്പി ഹോളി ചേട്ടെ. ഹാപ്പി ഹോളി എന്ന് മാസത്തിൽ 3 പ്രാവശ്യം പറയുന്നുണ്ടല്ലോ മണി. അയ്യോ, അങ്ങനെയൊന്നും ഇല്ല ചേട്ടെ. നീ ചുമ്മാ ഹാപ്പി ഹോളി പറഞ്ഞോണ്ടിരുന്നാ മതിയോ മണി? എനിക്ക് തരാനുള്ള കാശ് നീ തരുന്നില്ലല്ലോ. എന്താ ചേട്ടെ, എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇങ്ങനെയൊക്കെ സംസാരിക്കാവോ? നിന്റെ അവസ്ഥ കണ്ട പാവം തോന്നിയാണ് നിനക്ക് ഞാൻ വണ്ടി തന്നത്. നീ സേട്ടിന് എന്താ തന്നത്? ഒലക്കേടെ മൂട്. ഞാൻ തരില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഇതിൽ കൂടുതൽ സേട്ടിന് സഹിക്കാൻ പറ്റില്ല മണി. നാളെ ഒരു ദിവസം നിനക്ക് സാവകാശം തരാം. നീ പണം കെട്ടണം, ഇല്ലെങ്കിൽ ഞാൻ നിന്റെ വണ്ടി പോക്കും. നീ ഡ്രൈവറാണെന്ന രഹസ്യം നിന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു കൊടുക്കും. അയ്യോ സേട്ടെ, ഇങ്ങനെ ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ. ഞാൻ നാളെ ശരിയാക്കാം. ഇപ്പൊ എന്നെ വെറുതെ വിടും, ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക. ശരി, ജോലി നോക്ക്.
സേട്ട് കണക്കെല്ലാം നോക്കിയിട്ട് വീണ്ടും നിന്നെ വിളിക്കാം. ശരി. ഒരു സൂര്യൻ തരില്ലെന്ന് വെച്ചാ. രാഹുൽ പറയടാ. എന്താ എല്ലാം റെഡിയാണോ? അതൊക്കെ എപ്പോഴേ റെഡിയാ. അല്ല ഈ പെണ്ണേതാ? എന്റെ വുഡ് ബി. ഷെടാ അവളെ തന്നെയാടാ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. നീ എന്തൊക്കെയോ പറയുന്നു. എനിവേ കൺഗ്രാറ്റ്സ്. ആ പിന്നെ ഗൗതം, സെറ്റിൽ ചെയ്യേണ്ട എമൗണ്ട് ഒരുപാടായി കേട്ടോ. ഈവനിങ് പാർട്ടിക്ക് വരുന്നുണ്ടല്ലോ, ഫുള്ളായിട്ട് സെറ്റിൽ ചെയ്തേക്കാം. ഓക്കെ. കരിക്കോട് പോണം വരുമോ? താൻ തന്റെ ഭാര്യയോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ? ഇയാളെന്താ ഒരു ബന്ധമില്ലാതെ സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, കരിക്കോട് പോയാൽ ഞാൻ കുടുങ്ങും. വേറെ ആരെങ്കിലും നോക്ക്. മുകുന്ദ, ഇന്നലെ രാത്രിയും ആ പാലത്തിനടുത്ത് വെച്ച്, അതെ മറൈൻ ഡ്രൈവില് വണ്ടി വേഗം എടുത്തുകൊണ്ട് പോയി റെഡിയാക്കണേ. ഈവനിങ് വന്നെടുത്തോളാം. ബൈ. എൻ്റെ ഫ്രണ്ട്സ് വരും. സർ കീ കൊടുത്തേക്ക്. ഓക്കെ സർ. രാജു, താങ്ക്സ്. വൈകിട്ട് എൻ്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. എല്ലാവരും 8 മണിക്ക് തന്നെ വന്നേക്കണം. ഒരുപക്ഷെ ഞാൻ വരാൻ താമസിച്ചാൽ വാച്ച്മാൻ്റെ അടുത്ത് കീ കൊടുത്തിട്ടുണ്ട്. അവിടെ വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ വന്നേക്കാം. വണ്ടിക്ക് എത്രയും സ്പീഡ് ഉണ്ടെന്നാ? സാർ സിറ്റിക്കുള്ളിൽ 40 കിലോമീറ്റർ സാർ സ്പീഡ് ലിമിറ്റ്. അതൊക്കെ പണമില്ലാത്തവർക്കാ. കാശുള്ളവൻ എത്ര വേഗത്തിൽ ഓടിച്ചാലും അതാ സ്പീഡ് ലിമിറ്റ്. ഞാൻ പറഞ്ഞോളാം, നീ പോ. പറയൂ പൂജ. നീ എവിടെയാ ഗൗതം? ഓൺ ദ വേ. നിനക്ക് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്തൂടെ? ഞാനല്ല വണ്ടി ഓടിക്കുന്നത്, കോൾ ടാക്സി വന്നോണ്ടിരിക്കുക. ഇന്നലെ ഒരു ചെറിയ ആക്സിഡന്റ് ആയി. ആക്സിഡന്റോ? നിനക്കൊന്നും പറ്റില്ലല്ലോ? ഐ ആം ഓൾ റൈറ്റ്. ഗൗതം, കാർ അയാളോട് സ്പീഡിൽ ഓടിക്കാൻ പറ. കാറാണ് ഓടിക്കുന്നത്, കാളവണ്ടിയില്ല. പൈസ കുറച്ച് കൂടുതൽ തരാന്ന് പറ, അപ്പൊ സ്പീഡായിട്ട് ഓടിക്കും. ഓക്കെ. എന്തു പറ്റി? സിഗ്നല്ല സാറേ. സിഗ്നൽ നോക്കണ്ട, വണ്ടി വിട്. സമയത്ത് ഞാൻ കൂടുതൽ എത്തിയില്ലെങ്കിൽ ഈ സിഗ്നലിൽ നിന്ന് ഞാൻ പിച്ചെടുക്കേണ്ടി വരും. അല്ല സാറേ, പോലീസുകാർ നിൽക്കുന്നുണ്ടല്ലേ, അവന്മാർ 100 രൂപ ഫൈൻ അടിക്കും. ഇന്നാ ഇത് 10 പോലീസുകാർക്കുള്ളതാ. ഒരു സിഗ്നലിൽ പോലും വണ്ടി നിൽക്കരുത്. പറഞ്ഞ മനസ്സിലായോ? Turn up the radio, blast the stereo. Turn up the radio, blast the stereo. Confusion, speed, നമുക്ക് meditation, ഇന്നും കാണും vibration, life in venom revolution. Let's go, fast the popo. Traffic മുന്നിൽ എന്താ red signal വീണാൽ എന്താ, just break the rule, nana just break the rule. Na 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 na.
വാല് നോക്കണം വണ്ടി ഓടിക്കണം. Pump it. 10 മണിക്കുള്ളിൽ ഞാൻ ബാങ്കിൽ എത്തിയില്ലെങ്കിൽ എന്റെ ലൈഫ് തന്നെ പാഴാവും. സാർ പോയിക്കൊണ്ടിരിക്കില്ലേ സാർ? നിന്നെ കൊണ്ട് പറ്റില്ല, വണ്ടി നിർത്ത്, ഞാൻ വേറെ വണ്ടി പോയിക്കോളാം. Pump it. എന്നെ കൊണ്ട് പറ്റില്ല സാർ. ഞാൻ എങ്ങനെ ഓടിക്കണം എന്ന് പറയുന്നത്? ഫുള്ളായിട്ട് ട്രാഫിക് കണ്ടില്ലേ? ഇതിനിടെ കൂടി ഞാൻ എന്താ പറത്തിക്കണോ? സിഗ്നൽ വീഴുന്നു, സ്പീഡായിട്ട് പോ. ഇതിൽ കൂടുതൽ എങ്ങനെ സ്പീഡിൽ പോനാ? എന്ത് വന്നാലും ഞാൻ നോക്കണം. നീ വേഗം വണ്ടി വിട്. സാറൊന്ന് സമാധാനായിട്ടിരിക്കാൻ പോവാം. വേഗം പോ, വേഗം പോ. സിഗ്നല്ല സാറേ. പോ, പോ, ഒന്ന് പോടോ. ചന്ദ്ര വണ്ടി ഡാമേജ് ആയല്ലോ. നിനക്ക് എനിക്കൊന്നും പറ്റിയില്ല. എടാ കണ്ണ് കാണില്ലേ നിനക്ക്? നീ എന്താ കാണിച്ചേ? ഹലോ, അവിടെ നോക്ക്. ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത്? സിഗ്നൽ കണ്ടില്ലേ? തന്റെ കണ്ണെന്താ പുറയിലാണോ? എതിലാണോ വന്നത്? എന്താ നോക്കി പേടിപ്പിക്കണോ? ആ വേലയൊന്നും എന്റെ അടുത്ത് വേണ്ട. നോക്കി വരാൻ പാടില്ലായിരുന്നു. അല്ല, താനും നോക്കി വരണ്ടല്ലേ? ഞാനെന്താ ചെയ്യുന്ന? നീയല്ലേ നോക്കി വരേണ്ടത്? ഏയ്, നോക്കി വരണം. അതിനാ സിഗ്നൽ വെച്ചേക്കുന്നത്. എന്തിനാണോ സിഗ്നൽ വെച്ചേക്കുന്നത്? നോക്ക്, കണ്ടില്ലേ എന്റെ വണ്ടി? ഇതിന്റെ കാശെല്ലാം ആര് തരും? ആര് തരും? നീ തരുവോ? നിന്റെ തണ്ട തരുവോ? എന്റെ തണ്ട നിങ്ങൾ തരണേ. എടാ നീ നിക്കടാ. കസ്റ്റമർ നീ മേടിച്ചിട്ട് മിണ്ടായിരിക്കും. മര്യാദയ്ക്ക് സംസാരിക്കണം. വേണ്ട കുമാർ, നിനക്കൊന്നും പറ്റില്ല. അവന്റെ അഹങ്കാരം കണ്ടില്ലേ? കാലിന് കുഴപ്പമൊന്നുമില്ലോ. ഇല്ലടാ, കാര്യമായിട്ടൊന്നും പറ്റില്ല. ഡോർ മുഴുവൻ ചളുങ്ങിപ്പോയി. അവനെ വിടേ. ഹലോ, നോക്കണേ ഇങ്ങോട്ട്. ചുമ്മാ ഇരിക്കുമ്പോ കോളർ കുത്തിപ്പിടിക്കുന്നു. അടിച്ച് പല്ലേറിപ്പിക്കും. ടാക്സി ഡ്രൈവർ എന്റെ ദേഹത്ത് കൈ വെച്ചല്ലേ? അതാ ഞാൻ കാണിച്ചു. ബിർളയാണോ? ശരിയാക്കി എന്റെ ദേഹത്ത് നീ കൈ വെക്കണം. നീ ആരാന്ന് നിന്റെ വിചാരം? പോലീസിനെ വിളിക്കണം. ഓടാ, പോയി പോലീസിനെ വിളിക്കാം. പോലീസ് എനിക്ക് പുല്ല. വണ്ടി കൊണ്ട് ഇടിപ്പിച്ചും നീ ഇവിടെ തന്നെ നിക്കണ. നീ പോടാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്റെ അടുത്ത് അവന്റെ കളി. നിന്നെ എവിടുന്ന് വരുന്നുണ്ടോ അവനൊക്കെ?